ഏഞ്ചൽ മേരി. ഗ്രേറ്റ്. അമൃത ഇല്ലാതാക്കിയപ്പോ പെട്ടെന്ന് ഇവരെ കൂടി അങ്ങ് ഇല്ലാതാക്കിയല്ലോ എനിക്ക് തോന്നിയതാ. പിന്നെ ഞാൻ ആലോചിച്ചപ്പോ കയ്യിലുള്ള ഭീമമായ സമ്പാദ്യവും വെച്ച് ഇവളങ്ങ് ഇല്ലാതായി പോയാലേ അവളുടെ പേരിലുള്ള സമ്പാദ്യങ്ങൾ മുഴുവൻ ഗവൺമെന്റിലേക്ക് അങ്ങ് പോവും. പകരം അത് നമുക്ക് കിട്ടുകയാണെങ്കിലോ? ശ്യാമയൊന്ന് ബെറ്റർ ആവട്ടെ, എന്നിട്ട് എല്ലാം എഴുതി വാങ്ങിക്കണം. കൂട്ടിവെച്ചതൊന്നും ആസ്വദിക്കാനുള്ള ഭാഗ്യമൊന്നും ശ്യാമയ്ക്കില്ല. പക്ഷേ ശ്യാമ കൂട്ടിവെച്ചത് എല്ലാം ആസ്വദിക്കാനും ആഘോഷിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ട്, അല്ലേ സാറ? ചില നേരത്ത് ചന്ദ്രശേഖരൻ എന്നെ വല്ലാതെ അതിശയിപ്പിക്കുന്നു, പ്രത്യേകിച്ച് ഇതുപോലുള്ള മൊമെന്റ്സ്. താങ്ക് യു. ഇത്രയും ബുദ്ധിശാലിയായ സാറയുടെ മുമ്പിൽ ഇതുപോലെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കണ്ടേ? ചേച്ചി എന്തിനാ കരയുന്നേ? അമ്മയെ ഓർത്തിട്ടാ? ഈ ലോകത്ത് ഏറ്റവും മധുരമുള്ള വാക്ക് എന്താണെന്നറിയോ? അത് അമ്മയെന്ന. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ അമ്മയെ ഒരുപാട് ഇഷ്ടല്ലേ? അമ്മയാ നമ്മുടെ സ്വർഗം എന്ന് പറയുന്നത്. നിങ്ങൾ ഒരിക്കലും അമ്മയോട് പിണങ്ങരുത് കേട്ടോ. കാരണം എന്താണെന്നറിയോ? നമ്മൾ അമ്മയോട് പിണങ്ങിയാലും നമ്മൾ ഭക്ഷണം കഴിക്കും, നമ്മൾ ഉറങ്ങും. പക്ഷെ അമ്മ കഴിക്കില്ല, അമ്മ ഉറങ്ങില്ല. നമ്മൾ പറയുന്നൊരു ചെറിയ വാക്ക് പോലും അമ്മയെ വല്ലാതെ വേദനിപ്പിക്കും. എന്ന് കരുതി അമ്മയ്ക്ക് നമ്മളോട് വലിയ ദേഷ്യമൊന്നും തോന്നില്ല, മറ്റുള്ളവരെ പോലെ ശപിക്കുമില്ല. സങ്കടങ്ങളൊക്കെ ഉള്ളിലൊതുക്കി എന്റെ കുഞ്ഞ് നല്ലതായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയുള്ളൂ. അമ്മയോട് മാത്രല്ല കേട്ടോ, അച്ഛനോടും വേണം. നമ്മുടെ ഓരോ പ്രവൃത്തിയും അവരെ സന്തോഷിപ്പിക്കുന്നതായിരിക്കണം. അച്ഛൻ്റെ അമ്മയുടെ മുഖത്തൊരു ചിരിയുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ കടമയിൽ നമ്മൾ ജയിച്ചെന്ന. എല്ലാവരും അച്ഛനമ്മമാരെ നന്നായിട്ട് സ്നേഹിക്കില്ലേ? സ്നേഹിക്കാം, സ്നേഹിക്കാം. ഇപ്പൊ ടീച്ചർ ഈ പാടിയ പാട്ട് അച്ഛനമ്മയ്ക്കും പാടിക്കൊടുക്കണം. ടീച്ചർ ഇത് നന്നായിട്ട് പഠിപ്പിച്ചുതരാം. അവരുടെ അടുത്തിരുന്ന് നിങ്ങൾ ഈ പാട്ട് പാടിക്കൊടുക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ അച്ഛനമ്മയും ഏറ്റവും വലിയ സന്തോഷത്തിലായിരിക്കും. നിങ്ങളാരും ദൈവത്തിനെ കണ്ടിട്ടില്ലല്ലോ? ഇല്ല ഇല്ല. പക്ഷെ നമ്മൾ നിത്യേന കാണുന്ന ദൈവങ്ങളാ നമ്മുടെ അച്ഛനും അമ്മയും.